2025 ജനുവരിയിലെ കറണ്ട് അഫേഴ്സ് ആണ്. രാജ്യത്തെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. രാജ്യത്തെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. അതുപോലെ ദേശീയ മഞ്ഞൾ ബോർഡ് എന്ന് പറയുന്നത് നിസാമാബാദിലാണ്. അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡ് നിസാമാബാദിലാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനുവരി 25 ആകുമ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 75-ാം വാർഷികമാണ്. 1950 ജനുവരി 25-നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിന്റെ 75-ാം വാർഷികമാണ് ജനുവരി 25-ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2025-ലെ പ്രമേയം എന്ന് പറയുന്നത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് 2025-ലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രമേയം എന്ന് പറയുന്നത്. ജവാര ആദിവാസി വിഭാഗത്തെ പറ്റി നോക്കാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ 2025 ആദ്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടുന്ന ഒരു ആദിവാസി വിഭാഗമാണ് ഈ പറയുന്ന ജവരാവ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം. അതിനു മുന്നേ വരെ ഈ പറയുന്ന ആൻഡമാനിലെ ആദിവാസി വിഭാഗങ്ങൾ വോട്ടേഴ്സ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. 2025-ലാണ് ആദ്യമായിട്ട് ഇവർ വോട്ടേഴ്സ് പട്ടികയിൽ ഉൾപ്പെടുന്ന ആദിവാസി വിഭാഗം എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം എന്ന് പറയുന്നത്. ഇൻഡോർ മധ്യപ്രദേശിലുള്ള അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളമാണ് രാജ്യത്തെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ അതിർത്തി ഗ്രാമം എന്ന് പറയുന്നത് ഗുജറാത്തിലെ മസാലി ഗ്രാമമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ അതിർത്തി ഗ്രാമം ഗുജറാത്തിലെ മസാലി ഗ്രാമമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ സത്താറയിലുള്ള മനഗഡ് ഗ്രാമമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം മഹാരാഷ്ട്രയിലെ സത്താറയിലുള്ള മനഗഡ് ഗ്രാമം.